നമസ്കാരം. അപ്പോ ഇന്ന് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വിഷു ആണ്. അപ്പൊ വിഷുവായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു വ്ളോഗാണ്. അപ്പൊ ഇന്ന് എന്റെ ഫാമിലിയുടെ, എന്റെ ഫ്രണ്ട്സിന്റെ, എന്റെയും കൂടെ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു ഈ വിഷു വ്ളോഗിലേക്ക്. അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മള് രാവിലെ തുടങ്ങിയതാണ്. രാവിലെ അല്ല, ഇന്നലെ തുടങ്ങിയതാണ്. അപ്പൊ ഇന്നലത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് പോവാ. അപ്പൊ ഞാനും എന്റെ കമ്പനിക്കാരെ കൂടി നൈസായിട്ട് അമ്പലത്തിൽ പോയി തൊഴുത് വരാം. അപ്പൊ കാര്യം നമ്മള് നേരെ വൈക്കത്ത് അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഞങ്ങള് വൈക്കത്ത് അമ്പലത്തിൽ എത്തുമ്പോൾ നിങ്ങൾ പോയി പഴയ കാര്യങ്ങളൊക്കെ കണ്ടിട്ടു. അപ്പൊ ഞങ്ങള് വൈക്കത്ത് അമ്പലത്തിൽ പതിക്കും. അപ്പൊ ഇന്നത്തെ വ്ളോഗിൽ എന്റെ കൂടെ ആരൊക്കെ ഉണ്ട്? ശിവയുണ്ട്, അതുപോലെ അച്ഛസും ഉണ്ട്. ആർക്കല്ലേ ഹാപ്പി വിഷു ആണ് എല്ലാവർക്കും. സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് പറയണക്ക് എല്ലാവരും ചെയ്തോളൂ. അപ്പൊ അതെ, അമ്മയുണ്ട് ഇവിടെ. ഒരുങ്ങണേ. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരുടെ വിഷു ആശംസകൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾ ഇന്നലെ തൊട്ടുള്ള പരിപാടികളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഞങ്ങള് വിഷുവിന്റെ തലേദിവസം പരിപാടികളിലാണ്. അപ്പൊ എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ഉച്ചക്കോട്ട് ഓടാൻ തുടങ്ങിയാണ്. നമ്മൾ കുറെ സാധനങ്ങൾ മേടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോ നമ്മൾ ആദ്യം പോയി പൂ പറിച്ചായിരുന്നു. ആ മരം കണ്ടു വെച്ചതില് നമ്മള് ഇന്ന് ചെന്ന് നോക്കുമ്പോൾ മരം ഇല്ല. മരം നല്ലൊരു സൂപ്പർ മരമായിരുന്നു. മരം മുടി വെട്ടിയ പോലെ ഇപ്പൊ ഈ കമ്പും കോലൊന്നും ഇല്ല, മൊത്തം വെട്ടിപ്പിള്ളേര് നശിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ലൂങ്ങിലോട്ട് നോക്കിയപ്പം അവിടെ ഒരു വീട്ടില് പൂ നിൽക്കണുണ്ട്. എന്നിട്ട് ആ വീട്ടിൽ ചെന്ന് ഞങ്ങൾ പൂ പറിച്ചോട്ടെ എന്നാ ചേച്ചിയുടെ ചോദിച്ചപ്പോൾ ആ ചേച്ചി പൂ പറിക്കാൻ നിൽക്കുമായിരുന്നു. ചേച്ചി പൂ പറിച്ചിട്ട് നടപടി ആകണ്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞ് മക്കളെ എനിക്കും കൂടി പറിച്ചിട്ട് നമ്മളെ പൂ കൊണ്ടുവന്ന് ഇവിടെ വെച്ച്. ഓക്കെ, പൂ വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പടക്കം മേടിക്കാൻ പോയി. അതിന്റെ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മള് അത്യാവശ്യം അച്ഛൻ നേരത്തെ പറഞ്ഞു കേട്ടല്ലോ, അതായത് കുറച്ച് പടക്കേ ഉള്ളൂ. എന്തുകൊണ്ടാണ് കുറച്ച് പടക്കങ്ങൾ മുൻപ് വർഷങ്ങളിലെ പടക്കങ്ങൾ ഇവിടെ ചോക്കിരിപ്പുണ്ട്. അത് അത്ര കണ്ടവാറുണ്ടായത് പൊട്ടിച്ച് വന്നപ്പോ പിന്നെ മിച്ചം വന്ന് മുൻ വർഷങ്ങളിലേക്ക് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഇപ്പൊ വീണ്ടും മനസ്സം ഈ ബോംബ് വെച്ചേക്കുമ്പോ പടക്കമൊക്കെ കിടക്കുമ്പോൾ അപ്പൊ അത് കാരണം ഇത്തവണ കുറച്ച് മേടിച്ചോളൂ. പിന്നെ എനിക്കും ഇൻട്രസ്റ്റ് ഒക്കെ കുറഞ്ഞ് പടക്കം പൊട്ടിക്കണം. എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ ശകല ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് സാധനം മേടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ വിഷു തലേന്ന് നമ്മൾ കണിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കണിക്കുള്ള പരിപാടികൾ. ഇത് അമ്മ അച്ഛനും കൂടി സെറ്റ് ചെയ്തതാണ്. അതെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ശ്രീഹരി എവിടെയെന്ന്. ശ്രീഹരി വീട്ടിലല്ലേ എന്ന്. ശ്രീഹരി വീട്ടിലാണ്. ആള് ജോലിക്കാരനാണ്. ഞാനാണ് ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തവൻ. അത് കാരണം ഞാനിങ്ങനെ വ്ലോഗൊക്കെ എടുത്ത് കിടക്കുന്നു. ചേട്ടൻ അതിർന്ന് ഉറങ്ങുവാണ്. സമയം ഇപ്പം 11:30 ആയിട്ടുണ്ട്. സോ നമ്മള് കിടക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ അതിന് മുമ്പ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങാമെന്നുള്ള പ്ലാനിലാണ്. പിന്നെന്താ പറയാനുള്ളേ, നാളത്തേക്ക് എന്താ സ്പെഷ്യൽ? ചോറും കറികളൊക്കെ. പായസം ഉണ്ടോ? പായസമുണ്ട്. എന്ത് പായസം? വിഷുക്കഞ്ഞിയാണ്. വിഷുക്കഞ്ഞിയാണ് പായസമായിട്ട് വെക്കണേ. പിന്നെ ചോറും പിന്നെ നോൺ വെജ് നോൺ വെജ് എല്ലാം ഉണ്ട്. ഓക്കെ, അച്ഛൻ സഹായിക്കുന്നതാണ് അമ്മേനെ ഉണ്ടാക്കാൻ. അപ്പൊ നമുക്ക് കിടന്നുറങ്ങാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. അച്ചിയുടെ നേരെ നിന്നോ, അച്ചിയുടെ ചെന്നോ ഇരുന്നോട്ടെ. ഇത് നോക്കിയോ, ഇങ്ങോട്ടാ നേരെ കണ്ടോ കണ്ടോ. പറഞ്ഞത്രേ ഉണ്ടാ പറഞ്ഞത്രേ പതിനൊരു കുറവാണല്ലോ. നീ എത്ര ചോദിച്ചേ? 2000. 2000 ചോദിച്ചു. ഞാൻ 2000 ചോദിച്ചു. 1000 എനിക്ക് 1000 തന്നില്ലേ? ആയിട്ടില്ല. അതിലും മിസ്കി. അമ്മേനല്ലേ അമ്മേനാണേ. പടക്കറാ
സെയിം തന്നെയാ എവിടേക്ക് നമുക്ക് സേവയുടെ അച്ഛനൊന്ന് പുറത്തേക്ക് കഴിഞ്ഞിട്ട് ചോദിച്ചു സ്നേഹമുണ്ട്. വീട്ടിൽ ചോദിക്കണം. തീർന്നുപോയി. ചേട്ടനായിരിക്കും കാര്യം. ചേട്ടൻ വന്നിട്ട് ചേട്ടൻ തന്നെ ഒരു വഴിയും വായിച്ചു ഒരു രൂപ ഒന്ന് വറ്റിച്ച് ശരിക്കും ഉള്ളത് കേട്ടോ ശരിക്കുള്ള ശരിക്കുള്ളത് യെസ് ഇത് നമുക്ക് കിടന്നോടാം പറയാൻ പിടിക്കാം. ആദ്യമേ നമ്മൾ വണ്ടി ഇറക്കി മാറ്റി വെക്കുകയാണ്, ഇല്ലെങ്കിൽ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായാലോ. പടക്കത്തോടുകൂടി നമ്മൾ തുടക്കം കുറിക്കുകയാണ്. കൊള്ളാം, ചീറ്റിയില്ല. സാധാരണ എല്ലാ ആഴ്ചയും ചീറ്റി പോകാൻ പറ്റും. എങ്ങനെയുണ്ട്? കത്താണ്ട് പടക്കപ്പെട്ടോ പറ്റില്ല, അങ്ങനെ കത്തിക്കണം. നീ ഇപ്പൊ പോട്ടണ്ടേ പടക്കം പോലെ തന്നെ വെച്ചാ പൊട്ട സൗണ്ട് കേൾക്കാൻ പറ്റുമോ? അറിയാൻ പറ്റും. അത് കത്തൂല്ല മൊണ്ണ അങ്ങനെ വെച്ചാ. പേപ്പറിന് നീ കൊടുത്തത് എങ്ങനെ കത്തിച്ചേക്കണേ നോക്കട്ടെ. എവിടെ ഇരിക്കണത്? ഉയ്യോ, ഏതോ അപ്പുച്ചേട്ടൻ പടക്കം പൊട്ടിക്കുന്നുണ്ട്. ഹായ് അറിയി കന്ന് കിടന്ന് ഇറങ്ങിക്കോട്ടെ. ഏതെത്തിച്ച് വരുമ്പോ രണ്ടർക്കും കഴിയും. കൈ പൊള്ളിച്ച് അടുത്തൊരു കമ്പത്തിരി കത്തിക്കറാ. കറക്റ്റ്. അമ്പലത്തിലെത്തി അയച്ചിരണോ? അയച്ചിരണോ? എല്ലാ ദിവസവും ഓരോന്നോരോന്നായിരിക്കും. ഇവരുടെ ഇന്നലത്തോണ്ട് സ്വാമി ശരണം. സ്വാമി ശരണം. വ്ലോഗാണ്. ഹായ് പറയൂ. മൈക്കാ ഇച്ചിരി വിഷയമല്ല, മൈക്കൊക്കെ വേണ്ടേ? ആ ക്യാമറ ശിവേനോടൊപ്പം പാർത്ഥസാരഥി. ആശൽ എന്താണ് കാപ്പി വിഷയെങ്കിലും പറയടാ വ്ലോഗില്. എന്താണ് എല്ലാവർക്കും വേണ്ടി പറയണ? ഒരു സ്കൂളിൽ നിന്ന് പറയണം. കൈനീട്ടി തരാ ഞാനിത്തോളെ. ഇൻസ്റ്റയില് സിനിമ മോഹി എന്ന് പറയണ ഫേമസ് ആയിട്ടുള്ള ചേട്ടൻ നമ്മുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. കാണാൻ പറ്റും. പേജ് മറക്കണ്ട, സിനിമ മോഹി. ഓക്കെ, എല്ലാവരുടെയും ഗ്രൂപ്പ് തൊട്ട് അതുപോലെ എന്റെ കുറച്ച് സിംഗിൾസ് ഉണ്ട്. എല്ലാവരും സിംഗിൾ ഉണ്ടാ?
ഞാൻ പറയാം പ്രത്യേകിച്ച് സിംഗിൾ എന്റെ മതി ഒരു സിംഗിളേ. ഇവനെ മാത്രം ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടാണോ? ശിവാനി ഇത് കാണുന്നുണ്ടെങ്കിൽ മര്യാദ നടത്തിക്ക്. ഇപ്പോഴും എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിള്ളേരെ കറക്കാനായിട്ട് വെറുതെ ഞാനല്ല അർത്ഥം ബ്ലൗസ്. എല്ലാ നാട്ടിലും കാണും ഇതുപോലെ ഒരുത്തന്മാര്. ഒന്നില്ല ആൽത്തറ അല്ലെങ്കിൽ കസേര. ഇരിക്കണ കണ്ടില്ലേ, നടയിൽ തന്നെ വന്നിരിക്കുക കസേര ഇട്ട്. ഞാൻ തൊഴാൻ വന്നത് അണ്ട് നെറ്റിയില് ചന്ദനക്കുറിയോടെ 3ന്റെ ഇല്ല. ഇവനൊക്കെ മറ്റേ ഇതാ തിരീശവാദി എന്ന് പറയുകയും ചെയ്യും. അതൊക്കെ അമ്പലത്തിൽ വന്നിരിക്കും. തീർന്നു വേണ്ട കസേരയിട്ട് എനിക്ക് നമ്മളങ്ങനെ നമ്മളൊരു വ്യക്തിയുടെ ഭാഗമായിട്ട് അങ്ങോട്ട് നടക്കുന്നതാണ്. ഓക്കെ പോയേക്കുക. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. വ്ളോഗിൽ പറയണ ഹാപ്പി വിഷു. എന്നാണ്ട് വിഷു അല്ലേ? തൊഴണു, വീട്ടിൽ പോകുന്നു, ഫുഡ് കഴിക്കുന്നു. വ്ളോഗിൽ ഹായ് പറ. പറയുന്നു ഫുഡ് കഴിക്കാൻ ബാറ്ററി 60%, 50% ആയി. മസാല എല്ലാവർക്കും മസാല നമ്മള് വിഷു കഴിഞ്ഞിട്ടൊക്കെ കൊടുത്തു, തിരിച്ച് വീട്ടിലെത്തി. അപ്പൊ ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇനിയാണ് മെയിൻ പരിപാടി. ഉച്ചയായി ഫുഡ് കഴിക്കണം. അപ്പോൾ അച്ഛനമ്മയൊക്കെ കഴിച്ചു തുടങ്ങിയായിരുന്നു. എന്തൊക്കെയുണ്ടെന്ന് പറ. ചിക്കൻ, മാമ്പഴം പുളിശ്ശേരി, അവിയല്, ഏതൊരു സിമ്പിൾ. ബീഫ് വെച്ചില്ല, പോർക്ക് മേടിച്ചു കൊടുത്തു. പോർക്ക് വെച്ചില്ല. അമ്മേന്റെ അമ്മ ഒരു മടിച്ചായ വരുവാണ് കഴിച്ച്. ഇപ്പൊ എന്താണ് പറയാനുള്ളത്? എല്ലാം കൂടി വെക്കണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി. ഇതാണ് നമ്മളെ ഗായ്സ്. എന്താണ് പറയാ? ഹാപ്പി വിഷു. നമ്മൾ പഴക്കം പൊട്ടിക്കാൻ പോവാണ്. ഇത്ര സാധനങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചാണ് നമ്മളിത് പൊട്ടിക്കാൻ പോകുന്നത്. പറയൂ, പൊട്ടിക്കാം. റെഡിയാണോ? ജോലിക്ക് പോയ ആൾക്കാരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. This is my friend Ammukali. So we are going to Padakam Vertical. Happy New Year. Happy Vishu. എന്താണ് ഇഷ്ടല്ല? നല്ല രസമുണ്ടായിരുന്നു രണ്ടുപേരും കാണാൻ. ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി. എന്താ നിങ്ങൾ തന്നെ തീരുമാനിച്ചു ആരാരാണ്? അതെന്താ? എടാ പഠിച്ചോ പഠിച്ചോ പഠിച്ചോ. ആ പ്ലാസ്റ്റിക് ഊരി എടുക്ക്. ആ 2 കൂടി ഇരിപ്പുണ്ട്. എടാ മൊണ്ണേ സമ്മതിക്കുന്നില്ല. ഇങ്ങോട്ട് നോക്കി കറക്ക്. നമ്മള് വലുതായത് കൊണ്ടാ. പണ്ട് ഇത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കറക്കട ഇങ്ങോട്ട് നോക്കി കറക്കട. ആ കമ്പിത്തിരി മുട്ടിക്ക് പെട്ടെന്ന്. കമ്പിത്തിരി മുട്ടിക്കാതെയോ, മറ്റേത് മുട്ടിക്ക്. മുണ്ടൊക്കെ മടക്കി കൊടുത്ത്. മുണ്ട് മടക്കി. ഗുണ്ട് കത്തിച്ച് ഓടിപ്പോയി. ചെവി ഇപ്പൊ പോകും. ഓഹോ ബിരിയാണി, ചിക്കൻ കറി കൂട്ടി നമുക്ക് 2-3 പിള്ളേര് മാറിഞ്ഞുണ്ട്. വേണ്ട നോക്കട്ടെ.
അതിന്റെ കറിക്ക് ടേസ്റ്റ് ഉണ്ടോ നോക്കാം നമുക്ക്. ആ പൊട്ടിച്ചിട്ട് പൈസ എല്ലാരും ഇടുകയാണ് ഒരെണ്ണം കൂടി മേടിക്കാം. ഇഷ്ടപ്പെട്ട അടുപ്പിന്നൊക്കെയാണോ കത്തിച്ചോണ്ട് വരുന്നത്? കൈസ് ഇനി നമ്മള് മേളിൽ പോയി വിരിയുന്ന സാധനം പൊട്ടിക്കാൻ പോവാണ്. പൂത്തിരി എന്ന് പറയും. S23 അൾട്ര അല്ല, ഇത് സോണിയാണ്. അൺബോക്സിംഗ് KCB. അൺബോക്സിംഗ് ആണ്. എടാ ലൈറ്റർ വേണ്ട, താഴെ പോയി ലൈറ്റർ അടിച്ചോ മാപ്പിളന്ന്. അതെ, ചന്ദ്രത്തിരി കത്തു. തുറക്ക് ആ പേപ്പർ പൊളിച്ചോളാം. ഇവിടെ കത്തിക്കണം. അവിടെ കത്തിച്ചാ മതി. അങ്ങനെ പൊട്ടൂല, സമയം എടുക്കൂടാ. ഊതിക്കൊട്. ഇങ്ങോട്ട് വാ. ഹായ് ഗൈസ്. 3, 2, 1 let's go. ചീറ്റി പോവോ? ചീറ്റിന്ന് വെള്ളത്തിലേക്ക് എവിടെ പൊട്ടണേ? വീട് തലയിലൊക്കെ വീട്. എടാ രണ്ടെണ്ണം തീർന്നു പോയി. ലൈറ്റ് അടിച്ചോ ഗൈസ്. കഴിഞ്ഞു ഗൈസ്. 30 ഇല്ലായിരുന്നല്ലോടാ. അപ്പൊ മെയിൻ സാധനം പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പടക്കം കമ്പത്തിലേക്ക് എത്തിച്ച് പരിപാടി എൻഡ് ചെയ്യാം. ഉണ്ടോടാ 11-12 ഫേക്ക് ആയിരുന്നു കേട്ടോ. വെറുതെ പോവാം. ചുമ്മാ നോക്കി പോയത് പറ്റിച്ചു. ഗൈസ് എന്താ പറയണല്ലേ? അടിപൊളി. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞോ? പറയ് ആ സാധനം ചെയ്യണം. എന്റെ നാട് കുഴഞ്ഞിരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അടിച്ചു പൊടിക്കണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എങ്ങനെയുണ്ടല്ലോ കോംബോ? നന്നായിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ വിഷു ആഘോഷങ്ങളൊക്കെ അപ്പോ ഇനി അടുത്ത വീഡിയോ അതുവരെ സബ്സ്ക്രൈബ് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ്. എന്തോ പറഞ്ഞു.